ശബരിമല യുവതീ പ്രവേശന വിധി തെറ്റാണ് എന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. വിധി തെറ്റാണെന്ന ജനകീയ അഭിപ്രായം വന്നത് സുപ്രീം കോടതിക്ക് ബോധ്യമായി എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അത് മനസ്സിലാക്കിയാകാം പുനഃപരിശോധനാ ഹർജി വർഷങ്ങളായി കോടതി പരിഗണിക്കാത്തതെന്നും കടകംപള്ളി സുരേന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിലെയും രാജ്യത്തെയും അയ്യപ്പ ഭക്തർ യുവതീ പ്രവേശനത്തിന് എതിരാണ്. ജനങ്ങളുടെ വികാരം മാനിക്കുന്ന സർക്കാരാണിതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. 2011-16 കാലത്ത് അന്നത്തെ സർക്കാർ നൽകിയ അഡീഷണൽ അഫിഡവിറ്റ് അത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത്, അതായത് ദേവസ്വം മന്ത്രി താങ്കളാണ്, അത് തിരുത്തിയിട്ടില്ല. അങ്ങനെയാണോ? അല്ല, ഞാൻ യഥാർത്ഥത്തിൽ അതൊരു അടഞ്ഞ അധ്യായമാണ്. അത് തുറക്കേണ്ട കാര്യമില്ല. കാര്യം ജനങ്ങളുടെ വികാരത്തെ മാനിക്കുന്ന ഒരു ഗവൺമെന്റ് സുപ്രീം കോടതി വിധി തെറ്റാണെന്ന് ജനകീയമായിട്ടുള്ള അഭിപ്രായം വന്നു. അത് പിന്നെ സുപ്രീം കോടതിക്ക് ബോധ്യമായി. സുപ്രീം കോടതി ഒരു വിശാല ബെഞ്ചിന് വിട്ട വിഷയം കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് ആ വിശാല ബെഞ്ച് കൂടിയിട്ടുമില്ല, ആ വിഷയം എടുത്തിട്ടുമില്ല. അപ്പോൾ അവരുടെ നിലപാട് തെറ്റാണെന്ന് അവർക്ക് ബോധ്യമായതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും. അതുകൊണ്ട് ഈ വിഷയം ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വിധി ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്തുകൊണ്ടോ സുപ്രീം കോടതി അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി കേരളത്തിലെയും നമ്മുടെ രാജ്യത്തിലെയും അയ്യപ്പ ഭക്തന്മാർ ഈ യുവതീ പ്രവേശനത്തിനെതിരാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ച് തെറ്റായിപ്പോയി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. നമ്മൾ സുപ്രീം കോടതിയുടെ വിധിയെ ഭരണഘടനാപരമായിട്ട് മാനിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ജനകീയ വികാരം വന്നപ്പോൾ അതിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തു. പരിപൂർണമായ നിലപാട് മാറ്റമാണ് അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ദേവസ്വം ബോർഡ് പ്രതിജ്ഞാബദ്ധം എന്തായിരുന്നു അന്ന് ദേവസ്വം മന്ത്രി എന്ന കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണമെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഈ വിധി തെറ്റായിപ്പോയി എന്ന നിലപാടിലേക്ക് എത്തുകയാണ്. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാടിനോടും വിരുദ്ധാഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ. യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമെന്നും മുൻ ദേവസ്വം മന്ത്രി പറയുന്നു. കഴിഞ്ഞ അധ്യായമാണ്, അടഞ്ഞ അധ്യായമല്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം. ഇപ്പോൾ സർക്കാരിന്റെ നിലപാട് അവിടെ യുവതീ പ്രവേശനം അനുവദിക്കേണ്ട. ഇപ്പൊ അങ്ങനെ ഒരു വിഷയമില്ല. ഞാൻ പറഞ്ഞല്ലോ, അതൊരു അടഞ്ഞ അധ്യായമാണ്. ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെ യഥാർത്ഥത്തിൽ വരുന്നില്ല. അത് അങ്ങ് അഗണ്യ കോടിയിൽ തള്ളിക്കളയുക. പ്രശാന്ത് കൃഷ്ണവിവരങ്ങളുമായി നമുക്കൊപ്പം പമ്പയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് എന്താണോ അതിൽ നിന്ന് യു ടേൺ എന്ന് തന്നെ പറയാം. ഈ സുപ്രീം കോടതിയുടെ വിധി അത് തെറ്റായിപ്പോയി. അദ്ദേഹം നേരത്തെ എടുത്ത സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഞങ്ങളെല്ലാം പ്രതിജ്ഞാബദ്ധരാണ് എന്ന നിലപാടൊക്കെ പാടെ മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ നിലപാട് വിശദീകരിക്കുന്നത്. അതും ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോഴാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാടിലെ തിരുത്തൽ വരുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ ഇപ്പോൾ ദേവസ്വം മന്ത്രി അല്പം മുമ്പ് സംസാരിച്ചു. മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പക്ഷേ അത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. രതീഷ്, ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എത്തിയത്. അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനൊപ്പമാണ് എത്തിയത്. അപ്പോൾ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കാൻ തന്നെ കാരണം, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മന്ത്രി വി എൻ വാസവൻ ഒരു നിലപാട് വിശദീകരിച്ചിരുന്നു. അത് രേഖാമൂലം മറുപടി നൽകിയിരുന്നു. അത് പ്രകാരം 2016 കാലത്ത് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ യുവതീ പ്രവേശനത്തിന് എതിരായ അഫിഡവിറ്റ് അത് കഴിഞ്ഞ സർക്കാർ തിരുത്തിയിട്ടില്ല എന്ന നിലപാടാണ്. അതായത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ കാലത്ത് തിരുത്തിയിട്ടില്ല എന്ന നിലപാടാണ് വിശദീകരിച്ചത്. ഏതായാലും ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വിശദീകരിക്കുന്നത് പൂർണ്ണമായും യുവതീ പ്രവേശനത്തിന് സർക്കാർ അനുകൂലമല്ല. അത് ജനങ്ങളുടെ വിശ്വാസികളുടെ വികാരം മാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സുപ്രീം കോടതി അവരുടെ വിധി തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് എന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്. ഏതായാലും ഞാൻ കടകംപള്ളി സുരേന്ദ്രനെ കാണുമ്പോൾ അനന്തകൃഷ്ണനും കണ്ണനും ഉണ്ടായിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ്റെ ഈ നിലപാട് മാറ്റത്തെ എങ്ങനെ കാണുന്നു? അതിനെ ഇപ്പോൾ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വളരെ ചിന്തയോടുകൂടിയാണോ ഇത് പറഞ്ഞതെന്നുള്ളത് അല്ലേ? അത് കാര്യം ഇങ്ങനൊരു വേദിയിൽ വന്ന് അദ്ദേഹം നമ്മളങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത്തരമൊരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് എന്ന് പറയുകയും അത് കാരണമാണ് ഈ അതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത് അത് വൈകിപ്പിക്കുന്നതെന്നും പറയുന്നു. അപ്പോൾ അദ്ദേഹം ഇത് CPM-ന് ഇത് വിശദീകരിക്കേണ്ടി വരും, സർക്കാരിനും ദേവസ്വം ബോർഡിനും ഇത് വിശദീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. വളരെ ഗൗരവമായ ഒരു പ്രതികരണമാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ ദേവസ്വം മന്ത്രിയാണ്, മാത്രമല്ല നിയമസഭ നടക്കുന്ന സമയമാണ് പ്രതിപക്ഷ ഈ വിഷയം അദ്ദേഹത്തിന്റെ കാലത്ത് ഈ അഫിഡവിറ്റ് തിരുത്തിയിട്ടില്ല എന്നുകൂടി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നിയമസഭ പറഞ്ഞ അവസരമാണ്. തീർച്ചയായിട്ടും അത് സംശയിച്ച് അതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏത് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് ഏത് അഫിഡവിറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. കാരണം ദേവസ്വം ബോർഡ് നേരത്തെ പറഞ്ഞതും തിരുത്തിയെന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മുന്നിലുള്ളത്. അപ്പോഴാണ് നിയമസഭയിൽ തിരുത്തിയിട്ടില്ല
പഴയ സത്യവാങ്മൂലം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് മന്ത്രി വിശദീകരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് സുപ്രീം കോടതിയുടെ വിധി തന്നെ തെറ്റായി പോയി എന്ന രീതിയിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ ഒരു വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ ആ സ്ത്രീ പ്രവേശന വിധി നടപ്പാക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം ഉണ്ടായെങ്കിൽ അത് അന്നേരം മന്ത്രിസഭയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ഗൗരവമായ കാര്യം. അന്ന് മുഖ്യമന്ത്രി അടക്കം അതുമായി പോലീസും ഒക്കെ ആഭ്യന്തര വകുപ്പൊക്കെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ആ അഭിപ്രായത്തോട് യോജിപ്പില്ലായിരുന്നോ? അപ്പോൾ ക്യാബിനറ്റിൽ ഒരു അഭിപ്രായ ഭിന്നത ഇത് സംബന്ധിച്ചുണ്ടായിരുന്നോ എന്നൊക്കെയുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. സർക്കാർ CPM ഒക്കെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. സർക്കാരും അതുപോലെ തന്നെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരുടെ വികാരം, കേരളത്തിലെയും രാജ്യത്തെ അയ്യപ്പ ഭക്തരുടെ വികാരം യുവതി പ്രവേശത്തിന് എതിരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അന്ന് സർക്കാരിന്റെ നിലപാടിന് എതിരായിട്ട് വന്ന വിഭാഗം, ആ വിഭാഗങ്ങളുടെ താല്പര്യമാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അവരുടെ പ്രതികരണമാണ് അല്ലെങ്കിൽ അവരുടെ അന്നത്തെ പ്രതികരണമാണ് ഇപ്പോൾ അതിൽ ഒരു രാഷ്ട്രീയ വശം കൂടിയുണ്ട്. രാഷ്ട്രീയ വശം എന്ന് വെച്ചാൽ വരാൻ പോകുന്നത് 2 തെരഞ്ഞെടുപ്പുകളാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ട്, അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ആ സമയത്ത് വിശ്വാസ സമൂഹത്തിന്റെ കൂടി ഒരു പിന്തുണ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞ തവണ എങ്ങനെ എതിർത്തു നിന്ന ആൾക്കാർ അതിന് സമാനമായി അതിന് ഘടകവിരുദ്ധമായിട്ട് വിശ്വാസികളുടെ വോട്ട് കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നിലപാടുണ്ടായിരുന്നു. പ്രശാന്ത് തന്നെ പ്രതികരണം തേടിപ്പോയപ്പോൾ അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഖേദം പ്രകടിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു ശബരിമലയിൽ നടന്ന അക്രമ സംഭവങ്ങളിലാണ് ഞാൻ ഖേദം പ്രകടിപ്പിച്ചത്. അത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ഒരുപാട് ബുദ്ധിമുട്ട്. ആ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന വാചകം തന്നെ ചോദ്യവും കൃത്യമായിരുന്നു, ഉത്തരവും കൃത്യമായിരുന്നു.